പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിജോയ് എന്നാണ്. മൊബൈൽ പേ എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇന്ന് ഇ-കൊമേഴ്സ് മേഖല എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ന്യൂസുകളൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മളിന്ന് സമീപിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയെ എടുത്തു കഴിഞ്ഞാൽ നമുക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇ-കൊമേഴ്സ് മേഖലയിൽ വളരെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഓൾ വേൾഡിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ആളുകൾക്ക് പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ചില തടസ്സങ്ങൾ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് കോവിഡ്-19 പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് ഏരിയകൾ ലോക്ക്ഡൗൺ ആയിരിക്കുന്നു. അപ്പം നല്ലൊരു ശതമാനം ആളുകളും ഈ പറയുന്ന ഇ-കൊമേഴ്സ് മേഖലയെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ മേഖലയിൽ വൻ വളർച്ച ലോകത്ത് മൊത്തം സംഭവിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിലും ഈ മേഖലയ്ക്ക് വളരെ വലിയ വളർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. 2027 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ വളരെ വലിയൊരു ഗ്രോത്ത് ഈ മേഖലയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ മേഖലയിലുള്ള എല്ലാ വിദഗ്ധരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്കറിയാം, ഇന്ന് ഈ മേഖല അനവധി കമ്പനികൾ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഇ-കൊമേഴ്സ് സെക്ടർ എന്ന് പറയുന്നത് അതിൽ ഇന്ത്യൻ കമ്പനികളുണ്ട്, വളരെ ശക്തമായ ഇന്ത്യൻ കമ്പനികളുണ്ട്, അതുപോലെ US കമ്പനികളുണ്ട്, ചൈനീസ് കമ്പനികളുണ്ട്. അങ്ങനെ പല കമ്പനികളും ഈ മേഖല പിടിച്ചടക്കിയിട്ടുണ്ട്. നമുക്ക് പല ഇന്ത്യൻ കമ്പനികളെന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ടൈപ്പിൽ തുടങ്ങിയിരിക്കുകയാണ്, ഇന്ത്യൻ നെയിമൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെ അനവധി കമ്പനികൾ ഈ മേഖലയിൽ പിടിച്ചടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മൊബൈൽ പേ എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് കമ്പനി അവരുടെ പ്ലാറ്റ്ഫോം ഉപഭോക്താക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ബിസിനസ്സിൻ്റെ വലിയ അവസരം എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം കമ്പനികൾ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് കമ്പനികൾ പിടിച്ചു നിൽക്കുന്നത് അവരുടെ 3 ഘട്ടങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഒന്ന്, അവരുടെ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അത് എത്ര പേര് ചെയ്യുന്നു എന്നുള്ളത് മാക്സിമം ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ പല ഏഡുകളും പല രീതിയിലുള്ള പ്രാക്ടീസ് നടത്തിയിട്ടാണ് ഒരു വ്യക്തിയെ കൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന് അത് വ്യക്തമായ റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഈ കമ്പനികൾ ബുദ്ധിമുട്ടുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്തൊരു ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അപ്പോൾ ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി. എങ്കിൽ മൂന്നാമത് ഇത് വെറുതെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കണം. അത് ഉപയോഗിപ്പിക്കാൻ വേണ്ടി പല ഓഫറുകളും കാര്യങ്ങളും കൊടുക്കുക. അങ്ങനെ പല രീതിയിലാണ്, ഈ 2-3 രീതിയിലാണ് കമ്പനികൾ നമ്മൾ ഓരോരുത്തരെയും ഇതുവരെയും നമ്മളെ അവരുപയോഗിച്ചിരുന്നത്. അപ്പം ഈ മേഖലകളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കമ്പനിയും ഈ മൊബൈൽ പേ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയും ശ്രദ്ധിക്കുന്നത് ഈ 3 മേഖലയും വളരെ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന്, ഇ-കൊമേഴ്സ് മേഖലയിൽ നിന്ന് ഈ കമ്പനിക്ക് ലഭിക്കുന്ന, മറ്റുള്ള ഇ-കൊമേഴ്സ് കമ്പനികളെ പോലെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് 77% ഉപഭോക്താവിന് തിരികെ കൊടുത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് മൊബൈൽ പേ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 3 മന്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു ബിസിനസ്, 5 പൈസ മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് ഏത് ലോക്ക്ഡൗണിലും ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സന്ദർഭം. അവരുടെ മൊബൈൽ റീചാർജ് ചെയ്യലായിക്കോട്ടെ, ഡിഷ് റീചാർജ് ചെയ്യലായിക്കോട്ടെ, കറണ്ട് ബില്ല് അടയ്ക്കുന്നതായിക്കോട്ടെ, ഗ്യാസിൻ്റെ പൈസ അടയ്ക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഏതെങ്കിലും സൈറ്റുകൾ വഴി പർച്ചേസിങ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് പോയിട്ട് പർച്ചേസ് ആയിക്കോട്ടെ, പെട്രോൾ അടിക്കുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ മേഖലകളിൽ നിന്നൊക്കെ ഒരു വരുമാനം, ആ ട്രാൻസാക്ഷൻ ഒരുപാട് വരുമാനം കമ്പനികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനം ഉപഭോക്താവിന് തിരികെ കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി അവസരമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
ഇന്ന് ഇ കൊമേഴ്സ് മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മൊബൈലിൽ എല്ലാം ഒതുങ്ങിയിരിക്കുകയാണ്. ലോകം എന്ന് പറയുന്നത് ഇന്ന് ഒരു മൊബൈലിലാണ്. നമുക്ക് എന്ത് നോളേജ് വേണമെങ്കിലും കിട്ടാവുന്ന ഒരു സന്ദർഭം. ഏത് ഉൽപ്പന്നം വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് അപ്പോൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ലോകം ഒരു മൊബൈലിലോട്ട് ചുരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഈ മേഖലയിൽ 2027 ആകുമ്പോഴേക്കും വരാൻ പോകുന്ന വളർച്ചയെക്കുറിച്ച് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഒന്ന് ഇ കൊമേഴ്സ് മേഖലയും അഫിലിയേറ്റ് ബിസിനസ് രീതിയും പ്ലസ് റഫറൽ മാർക്കറ്റിംഗ് മൂന്നും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പ്ലാനാണ് നമ്മുടെ കമ്പനി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഉപഭോക്താവിന് ആദ്യമായിട്ട് കമ്പനി കൊടുക്കുന്ന 19 തരം വരുമാനം, 19 തരം ഇൻകം കസ്റ്റമർക്ക് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഈ കാണുന്ന ഇൻകങ്ങളാണ്. ഞാനത് സ്പെഷ്യലായിട്ട് ഓരോന്നും തന്നെ തിരിച്ച് പറയാം. ഒന്ന്, ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൾട്ടി ആപ്ലിക്കേഷൻസ്. നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാതെ അനവധി ആപ്ലിക്കേഷൻസ് നമുക്കുണ്ടാകും. നമുക്കറിയാം അത് ഒരുപാട് നമ്മുടെ ഇൻ്റർനെറ്റ് ഡാറ്റ നമ്മുടെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരുപാട് നമുക്ക് സ്പേസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് വളരെ ഫേമസ് ആയിട്ട് മാർക്കറ്റിൽ ജനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 400-ൽ പരം ആപ്ലിക്കേഷൻസുകൾ മൊബൈൽ പേ എന്ന് പറയുന്ന ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരൊറ്റ ആപ്ലിക്കേഷൻ മതി നമുക്ക് ഈ പറയുന്ന 400ഓളം ആപ്ലിക്കേഷനിൽ കയറി നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് നടത്താനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. അതുപോലെ റീചാർജ് ബില്ലുകൾ പേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ആപ്പിനകത്തുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഉപഭോക്താവിന് ഇതിൻ്റെ കൂടെ കമ്പനി ഓഫർ ചെയ്യുന്നത് ഒരു പ്രീപെയ്ഡ് കാർഡാണ്. അതും സ്വദേശി റുപ്പേ കാർഡാണ്. നമ്മുടെ കമ്പനി 100% ഇന്ത്യൻ കമ്പനിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വേറെ പുറത്തുള്ള കമ്പനികളുമായിട്ടുള്ളൊരു ടൈപ്പൊന്നും ഇതിനില്ല. 100% ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഈ കാർഡ് കൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത്, പ്രീപെയ്ഡ് കാർഡ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബാങ്ക് തരുന്ന ഡെബിറ്റ് കാർഡ്, നമ്മൾ ഒരു വർഷത്തേക്ക് ഏകദേശം 200-300 രൂപയാണ് നമ്മുടെ ഡെബിറ്റ് കാർഡിന് ഈടാക്കുന്നത്. അപ്പോൾ അത് ഈടാക്കുന്നു എന്നുള്ളത് തന്നെയല്ല, ഈ കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ എൻ്റെ ഡെബിറ്റ് കാർഡിലും 1 ലക്ഷം രൂപയുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ, ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡിജിറ്റൽ നമ്പറും ഒപ്പം അതിൻ്റെ CVV കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് ഹാക്ക് ചെയ്യപ്പെട്ടാൽ എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആകാനുള്ള സാധ്യത. അപ്പോൾ ഒരു ഹെവി റിസ്ക് എടുത്തിട്ടാണ് ഓൺലൈൻ പർച്ചേസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെയുള്ള സൈബർ അറ്റാക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് പണം ലോസ് ആയിട്ട് നമ്മൾ പല പത്രവാർത്തകളും വായിച്ചാണ്, പല കേസുകളും നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വളരെ സേഫായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി നമുക്ക് പ്രീപെയ്ഡ് കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ പ്രീപെയ്ഡ് കാർഡിൽ നമുക്ക് ആവശ്യാനുസരണം പണമിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ നമ്മൾ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ ഇടപാടുകളും ഓൺലൈനോ അല്ലെങ്കിൽ ഓഫ്ലൈനോ ആയിക്കോട്ടെ, ഏത് മേഖലയിലേക്ക് നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ 1-2 ഓപ്പർച്യൂണിറ്റിയാണ് പബ്ലിക്കിനെ സംബന്ധിച്ചോളം മെയിൻലി ഉള്ളത്. അടുത്തത് കമ്പനി പറയുന്ന ബെനിഫിറ്റുകളാണ്. 19 തരം വരുമാനം പറയുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ വരുമാനം, ഒരു കസ്റ്റമർ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ കാർഡ് പർച്ചേസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ കാർഡ് ഉപയോഗിച്ച് അദ്ദേഹം നടത്തുന്ന ഫസ്റ്റ് ട്രാൻസാക്ഷൻ, അത് കറണ്ട് ബില്ലടച്ചതായിക്കോട്ടെ, ഗ്രോസറി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയതായിക്കോട്ടെ, എന്തും ആവാം, ഒരു ഫസ്റ്റ് ട്രാൻസാക്ഷൻ, ഈ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 100% ക്യാഷ് ബാക്കാണ്. അതിനൊരു ലിമിറ്റ് വെച്ചിട്ട് മാക്സിമം 5000 രൂപ വരെയാണ് അതിന് കമ്പനി കൊടുക്കുക. അതാണ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 100 രൂപയാവാം, 200 ആവാം, 500 ആവാം, 1000 ആവാം, 5000 ആവാം, 10000 ആവാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ 5000 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാനുള്ളൊരവസരം. അത് പോയിൻ്റ് ബേസ് ആയിരിക്കും നമുക്ക് കിട്ടാം. 5000 പോയിൻ്റ് = 5000 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ അത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങൾക്ക് പല രീതിയിലുള്ള അത് റിഡീം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. 100% റിഡീം ചെയ്യാവുന്നുണ്ട്. അതിൻ്റെ 50%, 20%, അത് 1% to 100% വരെ വിവിധ രീതിയിൽ റിഡീം ചെയ്യാനുള്ള സംവിധാനമാണ് കമ്പനി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് പർച്ചേസ്, ഫസ്റ്റ് കാർഡ് യൂസിങ് എന്തും ആയിക്കോട്ടെ, ട്രാൻസാക്ഷൻ അതിൻ്റെ
100% നമുക്ക് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഇതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് ഉപഭോക്താവിന് കിട്ടുന്നത്, ഈ ഓപ്പർച്യൂണിറ്റി, ഇത്രയും നല്ലൊരു അവസരം ഉണ്ട് എന്ന് ഉപഭോക്താവ് അറിഞ്ഞാൽ, മറ്റൊരു കമ്പനി കൊടുക്കാത്തൊരു ഓഫറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫ്രണ്ട്സിനോടോ ആർക്കെങ്കിലും അതിൻ്റെ സുഹൃത്ത് വലയത്തിലോ അത് ഈ ഒരു മൊബൈൽ പേയെക്കുറിച്ച് റെഫർ ചെയ്താൽ, അങ്ങനെ ഒരു വ്യക്തി റെഫർ നടത്തി ഏകദേശം ഒരു 10 പേര്, നമുക്ക് 5 ലെവലായിട്ട് നമുക്ക് 5 ലെവൽ നമുക്ക് ഒരു ടീം ക്രിയേഷൻ നടത്താൻ കഴിയും. അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മെമ്പേഴ്സിനെ വരെ ഒരു വ്യക്തിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പോകുമ്പോൾ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് 20 പേരെ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ 400 മെമ്പേഴ്സ് സെക്കൻഡ് ലെവലിൽ നമുക്ക് വരും. ആ നിലയ്ക്കാണ് അത് താഴോട്ട് പോകുന്നത്. അങ്ങനെ 5 ലെവൽ വരെ നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ആ ഒരു ഉപഭോക്താവ് കാർഡെടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്തൊരു ഉപഭോക്താവ്, അദ്ദേഹം റെഫർ ചെയ്തിരിക്കുന്ന മിനിമം 10 പേരെങ്കിലും അദ്ദേഹം 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് റെഫർ ചെയ്യാൻ പറ്റിയാൽ, അവർ കാർഡെടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരു ക്ലബിലേക്ക്, എക്സ്പ്രസ് കാർഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബിലേക്ക് അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഏഡ് ആവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലബിൽ കമ്പനി ഓരോ രജിസ്ട്രേഷൻ നടക്കുമ്പോഴും അതിൽ നിന്ന് 11 രൂപ, ഓരോ കാർഡ് ആക്ടിവേഷൻ നടക്കുമ്പോഴും 11 രൂപ ഈ പറയുന്ന എക്സ്പ്രസ് കാർഡ് ക്ലബിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 പേരെ റെഫർ ചെയ്ത വ്യക്തിക്ക് ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ന്യൂ ആക്ടിവേഷൻ്റെ 11 രൂപകളൊക്കെ ഈ പറയുന്ന ക്ലബിലാണ് വരുന്നതെങ്കിൽ അതിൽ എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് തുല്യമായിട്ട് അത് വീതിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ ക്ലബ്ബ്, 4 ക്ലബ്ബാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് സൂപ്പർ എക്സ്പ്രസ് കാർഡ് ക്ലബ്ബാണ്. ഈ ക്ലബ്ബിൽ നമ്മുടെ സെക്കൻഡ് ലെവലിൽ, അതായത് നേരത്തെ പറഞ്ഞു 400 പേര് വരെ വരാൻ സാധ്യതയുള്ള ആ സെക്കൻഡ് ലെവലിൽ, നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നതല്ല, നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ റെഫർ ചെയ്താലും നോ പ്രോബ്ലം, നമ്മുടെ സെക്കൻഡ് ലെവലിൽ മിനിമം 100 മെമ്പേഴ്സ് ആക്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ, അതും 45 ഡേയ്സ് വരെ നമുക്ക് സമയമുണ്ട്, 1.5 മാസം. ആ 1.5 മാസത്തിനുള്ളിൽ 100 മെമ്പേഴ്സെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ക്ലബിലേക്ക് വരാണ്. അവിടെ 12 രൂപ ഓരോ വ്യക്തി ആക്ടിവേഷൻ നടക്കുമ്പോഴും കാർഡ് എടുക്കുമ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോഴും 12 രൂപ കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത് ഈ ക്ലബിലേക്കാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്ലബ്ബ് എന്ന് പറയുന്ന മൂന്നാമത്തെ നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ലെവലിൽ 1000-ഓളം യൂസേഴ്സ് കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന് 90 ദിവസമാണ് കമ്പനി വന്നിരിക്കുന്ന സമയം. അവിടെ 13 രൂപ വെച്ച് പെർ കാർഡിന് കമ്പനി മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. എത്ര പേരാണോ അതിൽ വരുന്നത് അവർക്ക് തുല്യമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നാലാമത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് കാർഡ് ക്ലബ്ബാണ്. അവിടെ 14 രൂപ കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് 120 ഡേയ്സ് ഉണ്ട്, 4 മാസം നമുക്ക് തന്നിട്ടുണ്ട്. 10,000-ഓളം യൂസേഴ്സിൻ്റെ കാർഡ് ആക്ടിവേഷൻ അവിടെ നടന്നാൽ ഈ പറയുന്ന ക്ലബിലും നമുക്ക് എലിജിബിലിറ്റി കിട്ടും. സുഹൃത്തുക്കളെ, ഈ ഒരു ക്ലബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഈ വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലൈഫ് ടൈം നമുക്ക് വരുമാനം കിട്ടാനാണ് നമ്മൾ ഈ ക്ലബിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കൊരു ഗെയിമാണ്. നമുക്ക് സാധാരണ ഒരു ആപ്ലിക്കേഷൻ തരുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാം ഇവിടെ തരുന്നത് ഒരു സ്ഥിര വരുമാനമാണ്. എല്ലാ മാസത്തെയും ബിസിനസ് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മന്ത് 15-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന എല്ലാ ക്ലബ്ബ് കമ്മീഷനും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അടുത്തത് മൂന്നാമത്തെ വരുമാനം, അത് ലൈഫ് ടൈം ക്ലബ്ബാണ്. എന്ന് പറഞ്ഞാൽ 5-ാമത്തെ ലെവലിൽ, നമ്മുടെ 5-ാമത്തെ ലെവലിൽ ലക്ഷങ്ങൾ ആളുകൾ വരുന്നൊരു ലെവലാണ്. ആ ലെവലിൽ 1 ലക്ഷം യൂസേഴ്സ് നമ്മുടെ കാർഡ് എടുത്ത് ആക്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് 15 ലക്ഷം രൂപയുടെ ഒരു ഹൗസോ അല്ലെങ്കിൽ അതിന് വീടോ അല്ലെങ്കിൽ അതിന് വീടിനുള്ള ഫണ്ടോ, ഹൗസ് ഫണ്ടോ, 9 ലക്ഷം രൂപ വിലയുള്ള കാറോ അല്ലെങ്കിൽ അതിനുള്ള ഫണ്ടോ കമ്പനി ഈ വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. ഇതാണ് ഒരു ലൈഫ് ടൈം ക്ലബ്ബ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ബിസിനസ് അവസരം. ഓക്കെ, സാധാരണക്കാരൻ്റെ ഒരു ഡ്രീമാണ് നല്ലൊരു വീട് വെക്കണമെന്നും കാറ് വാങ്ങണം എന്നുള്ള അതിനുള്ളൊരു അവസരം ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കമ്പനി നമുക്ക് ഓഫർ ചെയ്യണം. നാലാമത്തെ വരുമാനം എന്ന് പറയുന്നത് സെൽഫ് കമ്മീഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപയോഗത്തിൻ്റെയും, അത് കാർഡ് ഉപയോഗിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് എല്ലാ ട്രാൻസാക്ഷനുകളിലും മാറ്റിവെക്കുന്നൊരു കമ്മീഷനുണ്ട്. ആ കമ്പനികളുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ നമ്മുടെ മൊബൈൽ പേക്ക് കിട്ടുന്ന കമ്മീഷനിൻ്റെ 10% നമുക്ക് അതാത് ദിവസം തന്നെ ക്ലിയർ ചെയ്ത് കമ്പനി തന്നുകൊണ്ടിരിക്കും. 10% നമുക്ക്, അതിൽ ടോട്ടൽ
കമ്പനിക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ നമ്മുടെ ട്രാൻസാക്ഷൻ കൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കമ്പനികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇപ്പോൾ നമ്മുടെ മൊബൈൽ പേക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് 10% തിരിച്ച് നമ്മുടെ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് കമ്പനി തിരിച്ചു തരുന്നു. പ്ലസ് ഒരു 10% അവിടെ പറയുന്നതിന് 20% വരെ കിട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. 3 മാസത്തിനുള്ളിൽ 21,000 രൂപയുടെ ട്രാൻസാക്ഷനുകൾ നമ്മുടെ ഇതുപയോഗിച്ച് നമ്മുടെ ആപ്പിൽ നിന്നോ കാർഡിൽ നിന്നോ നടന്നാൽ ആണ് ഈ 21,000 നടന്നു കഴിഞ്ഞാൽ നമുക്ക് 10% കിട്ടിയ സ്ഥലത്ത് വീണ്ടും ഒരു 10% കൂടി ക്ലബ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അത് റീചാർജുകളായിരിക്കും, മറ്റുള്ളവരുടെ കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുന്നതായിരിക്കും, ഏത് രീതിയിലും അതിനെ ട്രാൻസാക്ഷൻ നമുക്ക് നടത്തി ഇത് അച്ചീവ് ചെയ്യിക്കാൻ പറ്റും. ഇതാണ് സെൽഫ് കമ്മീഷൻ്റെ 2 തരത്തിലുള്ള 2 രീതിയിൽ 10% പ്ലസ് 10% കിട്ടാനുള്ള അവസരം. 5ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാർഡ് ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡ് നമുക്ക് വേണമെങ്കിൽ കമ്പനിയുടെ സബ് ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് കാർഡ് വരുത്താം. അത് ഏകദേശം ഒരു കാർഡിന് 100 രൂപ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കമ്പനിയിലോട്ട് കെട്ടേണ്ടത്. അത് സെക്യൂരിറ്റി എമൗണ്ടാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റിട്ടേൺ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 10 കാർഡാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ടീമിന് കൊടുക്കാൻ വേണ്ടി. ഒരു 10 കാർഡ്, കാരണം നമുക്ക് വലിയ വരുമാനം തരുന്നൊരു ആപ്ലിക്കേഷനാണ്. ആ 10 കാർഡാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാർഡ് ആക്ടിവേഷൻ നടക്കുമ്പോൾ ഒരു കാർഡിന് 40 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. അത് പോയി നിങ്ങൾ 100 കാർഡ് വരെ എടുക്കാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 കാർഡ് എടുക്കണമെങ്കിൽ ഒരു 10,000 രൂപ നമ്മൾ അവിടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ 100 രൂപ വെച്ച് 100 കാർഡിന് 10,000 രൂപ കെട്ടിവെച്ച് നമുക്ക് ഈ 100 കാർഡ് എത്തും. അങ്ങനെയാണെങ്കിൽ ഒരു കാർഡിന് 70 രൂപ വെച്ച് കമ്പനി കൗണ്ട് ചെയ്യും. ഇതാണ് സുഹൃത്തുക്കളെ 5ാമത്തെ വരുമാനം. 6ാമത്തെ വരുമാനം CUG കാർഡ് ആക്ടിവേഷൻ മോർ. നമ്മുടെ ക്ലോസ് യൂസർ ഗ്രൂപ്പിനെയാണ് ഈ CUG എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഫസ്റ്റ് ഡയറക്റ്റ്, അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് 20 രൂപ ഓരോ കാർഡ് ആക്ടിവേഷൻ നടക്കുമ്പോഴും നമുക്ക് കിട്ടും. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് 5 രൂപയും, തേർഡ് ഗ്രൂപ്പിൽ നിന്ന് 5 രൂപയും, ഫോർത്ത് ഗ്രൂപ്പിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്നും 5 രൂപയും, 5ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് 20 രൂപയും. 5ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വളരെ വിട്ട് വരുന്നൊരു ഗ്രൂപ്പായിരിക്കും. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കാർഡിന് 20 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഓഫർ കമ്പനി തന്നിട്ടുണ്ട്. അതിനൊരു കണ്ടീഷൻ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ്, അതായത് നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ എത്ര രൂപയുടെയാണോ ഫസ്റ്റ് ആക്ടിവേഷൻ നടത്തിയിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ കമ്മീഷനും കിട്ടുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ കാർഡ് ആക്ടിവേഷൻ ചെയ്യാൻ. 100 രൂപയ്ക്കൊക്കെയാണ് ആദ്യത്തെ ഒരു മൊബൈൽ റീചാർജൊക്കെയാണ് നടത്തി ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ ഈ ബെനിഫിറ്റ് നമുക്ക് കിട്ടാതെ പോകും. നിങ്ങൾ 500 രൂപ താഴെയാണ്, അല്ലെങ്കിൽ 500 രൂപ മുതൽ 500 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് 6ാമത്തെ ബെനിഫിറ്റ് കിട്ടില്ല. 500 മുതൽ 2,500 രൂപ വരെയാണ് നിങ്ങളുടെ പർച്ചേസ് നടന്ന് ഫസ്റ്റ് യൂസേജ് നടന്നതെങ്കിൽ നിങ്ങൾക്ക് 5 രൂപ വെച്ചാണ് കിട്ടുക. അതല്ല 2,500-നും 5,000-നും ഇടയ്ക്കാണ് നിങ്ങളുടെ യൂസേജ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് ലെവലിൽ നിന്ന് 20 റുപ്പീസും ലാസ്റ്റ് 5ാമത്തെ ലെവലിൽ നിന്നും 20 റുപ്പീസും ടീമിൻ്റെ കിട്ടാനുള്ള, അത് വലിയൊരു ഇൻകമാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. 7ാമത്തെ വരുമാനം എന്ന് പറയുന്നത് CUG ട്രാൻസാക്ഷൻ മോർ 1 ഡയറക്റ്റ്. അതായത് ഓരോ നമ്മൾ നടത്താൻ പോകുന്ന ട്രാൻസാക്ഷനുകൾ, നമ്മുടെ ഗ്രൂപ്പ് നടത്താൻ പോകുന്ന ബിസിനസ്സിൻ്റെ, നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്ന ഓരോ ഇടപാടുകളുടെയും അതിൽ നിന്ന് നമുക്ക് ആ വ്യക്തികളിൽ നിന്ന് നമുക്ക് 8%, ആ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 8% നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. അത് 5 ഗ്രൂപ്പിൽ നിന്നും നമുക്ക് 8% നമുക്ക് ട്രാൻസാക്ഷൻ്റെ എമൗണ്ടിൻ്റെ കിട്ടും എന്നുള്ളതാണ്. 8ാമത്തെ വരുമാനം എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ ക്ലബ്. അവിടെ 11, അവിടെ തീർച്ചയായും സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, 5,000 രൂപയുടെ പർച്ചേസ് നടത്തുന്നത്. ഇവിടെ സെൽഫ് കാര്യമാണ്, സെൽഫ് മോട്ടിവേറ്റഡ് ക്ലബ്ബാണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ 5,000 രൂപ പർച്ചേസ് നമ്മൾ നടത്തിയാൽ സെൽഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ വിൽ ഗെറ്റ് 1 പോയിൻറ്റ്. 5,000-ന് നടത്തുന്ന ആൾക്ക് 1 പോയിൻ്റ് കിട്ടും. ആ പോയിൻറ്റിലേക്ക് കമ്പനി അവിടെ എത്ര വ്യക്തികളാണോ 5,000 നടത്തിയിട്ട് ആ ക്ലബിലേക്ക് വരുന്നത്
അവിടേക്ക് കമ്പനി ടോട്ടൽ ടേൺ ഓവറിൻ്റെ 11% അവിടേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് തുല്യമായിട്ട് ആളുകൾക്ക് എത്ര പേരാണ് അവിടെ അച്ചീവ് ചെയ്ത് വരുന്നത് എലിജിബിലിറ്റി ഉള്ളത് അവർക്ക് തുല്യമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ 5,000 മിനിമം നടത്തി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ബെനിഫിറ്റുകൾ പറഞ്ഞു 2,500 എബോവ് നടത്തി കഴിഞ്ഞാലുള്ള ടീമിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ 5,000 നടത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു ബെനിഫിറ്റും കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് 8ാമത്തെ വരുമാനം. 9ാമത്തെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡയറക്റ്റ് റെഫറൽ, നമ്മുടെ ഫസ്റ്റ് ലെവലിൽ നമുക്ക് 10 മുതൽ 20 പേരെ വരെ നമുക്ക് കൊണ്ടുവരാം. ആ ഫസ്റ്റ് ലെവലിൽ 50,000 സെയില് ഒരു മാസം നടന്നിട്ടുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രം ഫസ്റ്റ് ഡയറക്റ്റ് റെഫറൽ ടോട്ടൽ ₹50,000 സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ വിൽ ഗെറ്റ് 1 പോയിൻറ്റ്. അങ്ങനെ ഓരോ 50,000-ൻ്റെയും ഇപ്പോൾ നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ള 20 പേര് എന്ന് പറയുമ്പോൾ അവിടെ 2,500 രൂപയുടെ പ്രൊഡക്റ്റ് അവർ വാങ്ങുന്നെങ്കിൽ നമുക്ക് 50,000 ആയി. അതല്ല അവർ 5,000 വാങ്ങുന്നവരുണ്ട്, പല ഓഫർ ഉള്ളതുകൊണ്ട് 5,000 വാങ്ങുന്നവരുണ്ടോ. അങ്ങനെ 5,000 അവർ വാങ്ങുന്നതെങ്കിൽ നമുക്ക് അവിടെ 1 lakh ആയി. 1 lakh ആയാൽ അവിടെ 2 പോയിൻ്റ് ആയി. എത്ര പോയിൻറ്റ്സ് ആണോ ടോട്ടൽ അതിലേക്ക് വരുന്നത്, കമ്പനി ആ ക്ലബിലേക്ക് വേണ്ടിയും ടോട്ടൽ ടേൺ ഓവറിൻ്റെ 11% മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 9ാമത്തെ വരുമാനം. 10ാമത്തെ വരുമാനം എന്ന് പറയുന്നത് ഹൈ വാല്യൂ സെൽഫ് ഇയർലി ക്ലബ്ബ്. അത് ഒരു വർഷത്തേക്കുള്ളൊരു ക്ലബ്ബാണ്. ഒരു വർഷം കൊണ്ട് 6 ലക്ഷം രൂപയുടെ സെൽഫ് യൂസേജ് നടത്തിയ വ്യക്തി. ക്വാളിഫിക്കേഷൻ 6 lakh സെൽഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ എവരി ഇയർ കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയറായി. 6 ലക്ഷം രൂപയുടെ എമൗണ്ട് നമുക്ക് 12 മാസം കൊണ്ട് നടക്കണമെങ്കിൽ നമുക്ക് 50,000-ൻ്റെയെങ്കിലും പർച്ചേസ് അല്ലെങ്കിൽ യൂസേജ് നമുക്ക് ഒരു മാസം നടക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ അത് ആളുകൾക്ക് അത്ര എളുപ്പമല്ല. പക്ഷേ ഒരു ഇൻഷുറൻസ് അടയ്ക്കുന്ന ഒരാളോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുന്ന ഒരാൾ ഈ അപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് നടത്തി കൊടുക്കുന്ന ആളുകൾ നമ്മുടെ അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ 50,000-ൻ്റെ ട്രാൻസാക്ഷൻ മന്തിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് ഒന്നുമില്ല. ഓക്കെ, ഇത് നമുക്കറിയാം. കറണ്ട് ബില്ല് 2,000 3,000 ഒക്കെ ആളുകൾക്ക് 4,000 5,000 ഒക്കെ വരുന്നു. 10 പേരുടെ കറണ്ട് ബില്ല് അടച്ചാൽ ഈ 50,000 ആയി. അങ്ങനെ ചെയ്യാൻ കഴിവുള്ളത് സെൽഫ് ട്രാൻസാക്ഷൻ കൂടുതലുള്ള വ്യക്തികൾക്ക് വളരെ സിമ്പിളായിട്ട് വലിയൊരു ഏണിങ്സ് അവർക്ക് കിട്ടും. കാരണം കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ 6% ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ വളരെ കുറവ് ആളുകളായിരിക്കും വരാം, പക്ഷേ ഭീമമായ ഒരു എമൗണ്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് 10ാമത്തെ വരുമാനം. 11ാമത്തെ വരുമാനം ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലബ്ബാണ്. അവിടെ പറയുന്നത് വിത്ത് സക്സസ്ഫുൾ ആക്റ്റീവ് 100 യൂസേഴ്സ് ഫ്രം 1 മുതൽ 5 ഡയറക്ടർ വരെ, അത് നമ്മുടെ 5 ലെവലിൽ 100 ആളുകൾ കാർഡ് എടുത്ത് ആക്ടിവേറ്റ് ചെയ്താൽ അതും 30 ദിവസം സമയമുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നതും ഇൻഡയറക്റ്റ് കൊണ്ടുവന്നതൊക്കെ ആയിട്ട് നമ്മുടെ ടോട്ടൽ 5 ലെവലിൽ 100 പേരെങ്കിലും കാർഡ് എടുത്ത് ആക്ടിവേറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ ആൻഡ് യുവർ സെൽഫ് ട്രാൻസാക്ഷൻ എമൗണ്ട് ₹10,000 ബെനിഫിറ്റ്. യു വിൽ ഗെറ്റ് എക്സ്ട്രാ ബെനിഫിറ്റ് ഓഫ് എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് പർച്ചേസ് എവരി ടൈം. നമ്മൾക്ക് അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ ചെയ്താൽ ഒരു ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലബിൽ നമ്മൾ മെമ്പർ ആവണം. ഇവിടെ നമ്മുടെ ബെനിഫിറ്റ് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് 10,000 ആയിരിക്കണം. ഓക്കെ, നമ്മുടെ 100ഓളം ആളുകൾ നമ്മുടെ ആക്റ്റീവ് ചെയ്യണം. അച്ചീവ് വിത്ത് സക്സസ്ഫുൾ ആക്റ്റീവ് 100 യൂസേഴ്സ് ഫ്രം 1 to 5 ഡയറക്റ്റ് ഇൻഡയറക്റ്റ് 30 days ഫ്രം സെൽസ് സെൽഫ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് യുവർ സെൽഫ് ട്രാൻസാക്ഷൻ. നമ്മൾ അവരെ 100ഓളം ആളുകൾ ആക്ടിവേറ്റ് ചെയ്യിക്കുകയും നമ്മുടെ 10,000 രൂപയുടെ പർച്ചേസും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ വരും. അവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള ബെനിഫിറ്റുകൾക്ക് പുറമെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റും കൂടി നമുക്ക് അവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് ഷോ ചെയ്തുകൊണ്ടിരിക്കും. അത് എല്ലാ മാസവും നമുക്ക് ആ ബെനിഫിറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അടുത്ത 12ാമത്തെ ബെനിഫിറ്റ്, ഇത് ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല, ഇത് ഷോപ്പിയുടെ ബെനിഫിറ്റാണ്. നമുക്ക് നമ്മുടെ നിയറസ്റ്റുള്ള ഷോപ്പുകളെ കണക്ട് ചെയ്യാനുള്ള വലിയൊരു ഓഫറാണത്. സെപ്റ്റംബർ മാസമാണ് ഈ ഒരു ബിസിനസ് ലോഞ്ച് ആവാൻ നമ്മൾ കമ്പനി വെയിറ്റ് ചെയ്യുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിൽ ലോഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ത്രൂ
ഒരു ഔട്ട്ലെറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഔട്ട്ലെറ്റിൽ മൊബൈൽ പേയുടെ കാർഡുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കുകയോ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ നടക്കുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10%, അത് ഏത് വ്യക്തികളായിക്കോട്ടെ, നമ്മളാണ് റെഫർ ചെയ്തിരിക്കുന്നത്, റെഫർ ചെയ്ത വ്യക്തിക്ക് അവിടെ ആ ഏത് വ്യക്തി വന്ന് കാർഡ് ഉപയോഗിച്ചാലും മൊബൈൽ പേയുടെ കാർഡ് ഉപയോഗിച്ചാലും ആ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ 10% നമുക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം കൂടി കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 13ാമത്തെ വരുമാനം എന്ന് പറയുന്നത് ഷോപ്പി സെൽഫ് മോർ. അതായത് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ഷോപ്പിൽ നമ്മൾ പോയിട്ട് പർച്ചേസ് നടത്തുമ്പോൾ അവിടെ കമ്പനിക്ക് കിട്ടുന്ന, ഇപ്പോൾ നമ്മൾ നടത്തിയ പർച്ചേസിന് കമ്പനിക്ക് ഒരു 100 രൂപ കിട്ടിയാൽ അതിൽ 75% മൊത്തം ടീമിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ 25% പേഴ്സണലി നമുക്ക് മാത്രമായിട്ട് തരും. ഇതാണ് 13ാമത്തെ വരുമാനം. 14ാമത്തെ വരുമാനം എന്ന് പറയുന്നത് ഷോപ്പി CUG മോർ. അതായത് CUG ട്രാൻസാക്ഷൻ നമ്മുടെ മറ്റു ഏത് വ്യക്തികളും എവിടെ നിന്നുള്ള വ്യക്തികളും ആയിക്കോട്ടെ, അവർ നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ട് നടത്തുന്ന പർച്ചേസിൻ്റെ, നമ്മുടെ ഏത് കടയിലായിക്കോട്ടെ, ആര് റെഫർ ചെയ്ത കടയായിക്കോട്ടെ, അവിടെയൊക്കെ ചെന്നിട്ട് നമ്മുടെ ഷോപ്പിൽ നടക്കണ, നമ്മുടെ രജിസ്റ്റേർഡ് ഷോപ്പിൽ നടക്കണ സെയിൽസിൻ്റെ അതിൻ്റെ 10% നമുക്ക് 5 ലെവലിലും കമ്പനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ 25% പേഴ്സണലി കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ റെഫർ ചെയ്ത വ്യക്തിക്ക് നമ്മൾ 12ാമത്തെ കമ്മീഷൻ പറഞ്ഞു, റെഫർ ചെയ്ത വ്യക്തിക്ക് അവിടെ നടക്കുന്ന സെയിൽസിൻ്റെ 10% കിട്ടുന്നു. അതിന് പുറമെ ഈ മൊത്തം ടീമിൽ ഒരു വ്യക്തി ചെയ്താൽ 5 ലെവലിലും 10% കമ്പനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് 14ാമത്തെ വരുമാനം. 15ാമത്തെ വരുമാനം കാർഡ് സെൽഫ് എക്സ്ട്രാ ട്രാൻസാക്ഷൻ ഏണിംഗ്. കാർഡ് ഇൻസെൻറ്റീവ് റെഗുലർ കാൽക്കുലേറ്റഡ് നോർമലി നമുക്ക് 0.91% കാർഡ് ട്രാൻസാക്ഷൻ്റെ കമ്മീഷനായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇഫ് യു അച്ചീവ് മന്ത്ലി കാർഡ് സെൽഫ് ട്രാൻസാക്ഷൻ 15,000 നമ്മൾ ഓരോ മാസവും കടക്കുകയാണെങ്കിൽ, നമ്മുടെ പർച്ചേസ് അല്ലെങ്കിൽ കാർഡിൻ്റെ യൂസേജ് 15,000 കടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളുകൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ മേഖലയും കമ്പനി കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാറ്റഗറി ആളുകൾക്കും ഏതെങ്കിലും ഒരു ടൈപ്പ് ഇൻകം ഇവിടെ കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ 15,000 എബോവ് നമ്മളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഈ 0.91 പുറമെ 0.045% കൂടി അഡീഷണൽ കിട്ടാനുള്ള ഒരു സംവിധാനം കൂടി കമ്പനിയോട് പ്ലാൻ ചെയ്തു. ഇനി 16ാമത്തെ വരുമാനം കാർഡ് CUG എക്സ്ട്രാ ട്രാൻസാക്ഷൻ ഏണിംഗ്. കാർഡ് ഇൻസെൻറ്റീവ് റെഗുലർ കാൽക്കുലേറ്റഡ്. ഇത് സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 90,000 ഓർ എബോവ് ദെൻ എക്സ്ട്രാ ഇൻസെൻറ്റീവ് വിൽ ബി ഇത്. അതവിടെ ചെയ്യേണ്ടത് നമ്മുടെ അച്ചീവ് മന്ത്ലി കാർഡ് ട്രാൻസാക്ഷൻ ഫ്രം ഫസ്റ്റ് ഡയറക്റ്റ് ലെവൽ. നമ്മുടെ ഫസ്റ്റ് ഡയറക്റ്റിലുള്ള 10-20 പേര് എത്രയാണോ, മാക്സിമം 20 പേരാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ആ 20 പേരിൽ എത്ര ടോട്ടൽ 90,000 രൂപയുടെ പർച്ചേസോ സെയിൽസോ അവിടെ നടന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അഡീഷണലായിട്ട് 0.025% നമുക്ക് അഡീഷണലായിട്ട് കിട്ടും. ഇത് ഈ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ അഥവാ നമ്മൾ എലിജിബിലിറ്റി ആയില്ലെങ്കിൽ ഈ കമ്മീഷൻ, ഈ പറയുന്ന ബെനിഫിറ്റ് നേരെ നമ്മുടെ തൊട്ട് മുകളിലുള്ള ആരാണോ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള ആൾ, ആ വ്യക്തിക്ക് നമ്മുടെ കൂടി കമ്മീഷൻ ചെല്ലും. അപ്പോൾ ആർക്കിത് കൊടുക്കാതിരിക്കില്ല. നമ്മൾ അച്ചീവ് ചെയ്യില്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഇത് കിട്ടും. നമ്മൾ അച്ചീവ് ചെയ്താൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇത് 16ാമത്തെ വരുമാനം. 17ാമത്തെ വരുമാനം ഏണിംഗ് ട്രാൻസ്ഫർ ടു ബാങ്ക് ഏണിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ട്രാൻസാക്ഷൻ്റെ ബെനിഫിറ്റുകൾ നമ്മൾ പറഞ്ഞു. ഇവിടെ സെൽഫ് ട്രാൻസ്ഫർ ഫെസിലിറ്റി ത്രൂ, അത് നമ്മൾ ആപ്പ് വെബ് വഴിയോ നമ്മൾ മിനിമം എമൗണ്ട് നമ്മുടെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ 500 തുടങ്ങി എത്ര രൂപ വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ട്രാൻസ്ഫർ നടത്താം. അങ്ങനെ നടക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറിന് 10 രൂപ കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ 10 രൂപയിൽ നിന്ന് 5 രൂപ നമുക്ക് 5 ലെവലിലായിട്ട് കമ്പനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ 5 ലെവലിൽ നിന്നും ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിലൊരു ട്രാൻസാക്ഷൻ നടത്തിയാൽ, ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ നമുക്കൊരു 2 lakh മെമ്പേഴ്സ് വന്നു കുറച്ച് നാൾ കൊണ്ട്. അവിടെ ഈ 2 lakh മെമ്പേഴ്സ് അവർക്ക് ഇങ്ങനെ പലതരം വരുമാനങ്ങളുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു വരുമാനം അവർക്ക് 500 രൂപയായി അവരെന്ത് ചെയ്യും, അവരുടെ അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഒരു വ്യക്തി ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം 3-4 ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ സിംഗിൾ ട്രാൻസാക്ഷന് 1 രൂപ നമുക്ക് നമ്മുടെ 5 ലെവലിൽ നിന്നും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഭീമമായ ഒരു എമൗണ്ട് ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ട്രാൻസ്ഫർ ടു കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മിനിമം 200 രൂപയാണ്. അതിന് വേറെ ഫീയും കാര്യങ്ങളൊന്നും കമ്പനി എടുക്കണില്ല. ഓക്കെ, അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഒരു 10 രൂപ. അത് 500 തുടങ്ങി മേലോട്ട് എത്ര രൂപ ചെയ്താലും ആ 10 രൂപയെ കട്ട് ചെയ്യുന്നുള്ളൂ.
അടുത്ത 18ാമത്തെ വരുമാനം ചീഫ് സൂപ്പർ യൂസർ. അവിടെ ക്വാളിഫിക്കേഷൻ 21,000 കാർഡ് ഹോൾഡേഴ്സ് ഓൺലി ഓൺ 5 ഇൻഡയറക്റ്റ് ലെവൽ റെഫറൽ വിത്തിൻ 100 ഡേയ്സ്. 21,000 കാർഡ് 100 ദിവസത്തിനുള്ളിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണമാണ് താഴെ എഴുതിയിരിക്കുന്നത്. ബെനിഫിറ്റ് 21,000 പെർ മന്ത് ഫിക്സഡ് റെഗുലർ ഏണിംഗ്. ഇത് കമ്പനി അവിടെ ആപ്ലിക്കബിൾ ഫോർ ആദ്യത്തെ 100 മെമ്പേഴ്സ്, ആദ്യം അച്ചീവ് ആവുന്ന 100 മെമ്പേഴ്സിനാണ് ഈ ഒരു ഓഫർ ഉള്ളത്. കമ്പനി വിൽ ഗ്യാരണ്ടി പറയുന്നത് 1 ഇയർ വരെയാണ്. തുടർച്ചയായിട്ട് കമ്പനി ലൈഫ് ടൈം അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. മിനിമം ഗ്യാരണ്ടി കമ്പനി 1 ഇയറിൻ്റെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 21,000 കാർഡ് നമ്മുടെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ ആകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ കാർഡുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയെങ്കിലും കാർഡ് പോയി കഴിഞ്ഞാൽ അതിന് 100 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ 17 വരുമാനത്തിന് പുറമെ 18ാമത് 21,000 രൂപ മന്ത്ലി ഫിക്സഡ് സാലറി കിട്ടാനുള്ളൊരു സംവിധാനം കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത 19ാമത്തെ വരുമാനം അത് പ്രീ ലോഞ്ചിങ് ഓഫറാണ്. നമ്മുടെ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ കമ്പനി അത് അനൗൺസ് ചെയ്തിട്ടില്ല. നമ്മുടെ ലോഞ്ചിങ് ജൂലൈ 2-നാണ്. അപ്പോൾ 2-ാം തീയതിയാണ് അത് അനൗൺസ് ചെയ്യുള്ളൂ. നമ്മൾ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ കമ്പനി അനൗൺസ് ചെയ്യും. അതായത് നേരത്തെ അറിയിച്ചിരുന്നത് 2 ഡേയ്സാണ്, ചിലപ്പോൾ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ നല്ലത്. എനിവേ ആ വിത്തിൻ സം ഡേയ്സിനുള്ളിൽ 111 കാർഡ്, അതായത് നമ്മുടെ സെക്കൻഡ് ലെവലിൽ 111 കാർഡ് ആക്ടിവേഷൻ നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ, ഫസ്റ്റ് ലെവലിൽ 10, 15, 20 എത്രയാണെന്ന് വെച്ചാൽ അത് സെക്കൻഡ് ലെവലിൽ 111 പേരെ ആക്ടിവേഷൻ നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ 5,000 റുപ്പീസ് ബോണസായിട്ട് നമുക്ക് കമ്പനി തരുന്നു എന്നുള്ളതാണ്. ഇതാണ് 19ാമത്തെ ഓഫർ സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്രയും നല്ല ഫെസിലിറ്റീസാണ് നമുക്ക് കമ്പനി തന്നിരിക്കുന്നത്. ചെറുതല്ല. ആദ്യമായിട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രത്തോളം വരുമാനം കൊടുക്കുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വരുമാനം കൊടുക്കുന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ല, ഇങ്ങനെ അവരുടെ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടായിട്ടില്ല. താൽക്കാലികമായിട്ട് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കമ്മീഷൻ കിട്ടുന്നല്ലാതെ മറ്റൊരു ബെനിഫിറ്റും ഒരു കസ്റ്റമർക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ഒരു വരുമാനം വാങ്ങിയിട്ട് ആരും നന്നായി ചരിത്രം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കൊമേഴ്സ് മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ടേൺ ഓവർ നടക്കുന്നുണ്ട്. വലിയ ഭീമമായൊരു വരുമാനം ഈ കമ്പനികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഭീമമായ കമ്പനികളൊക്കെ ഈ മേഖലയിലോട്ട് കടന്നു വരാനുള്ള കാരണം. ഇന്ന് നമ്മുടെ ഭാഗ്യമെന്ന് പറയാം, മൊബൈൽ പേ എന്ന് പറയുന്ന ഒരു കമ്പനി വരികയും അതും ഒരു സ്വദേശി കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനി ഈ മേഖലയിലോട്ട് കടന്നു വരികയും ഒപ്പം നമുക്ക് എല്ലാവിധ ട്രാൻസാക്ഷനും നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 77% തൻ്റെ ഉപഭോക്താക്കൾക്കായിട്ട് മാറ്റിവെക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. ജൂലൈ 2-ന് നമ്മുടെ ഈ സിസ്റ്റം ഓപ്പണിംഗ് ആണ്. അതിന് മുന്നേ നമ്മുടെ ID ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. നിങ്ങളുടെ ടീമിന് കാർഡ് എടുത്ത് കൊടുക്കണമെങ്കിൽ ഒരു അഡീഷണൽ വരുമാനം കൂടി നിങ്ങൾക്ക് കാർഡിൻ്റെ രീതിയിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ് ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ സബ് ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെക്യൂരിറ്റി എമൗണ്ട് അവിടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര കാർഡെന്ന് വെച്ചാൽ ആ കാർഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആക്ടിവേഷൻ നടക്കുന്നതിനനുസരിച്ച് അഡീഷണൽ ഒരു ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. എന്നെ ശ്രമിച്ചതിന് വളരെ നന്ദി. വളരെ ടൈം എടുത്തു, പക്ഷേ ഇത്രയും വലിയ ഒരു വരുമാന മേഖല ഉള്ളതുകൊണ്ടാണ് ഇത്രയ്ക്കും ടൈം എടുത്തത്. എനിവേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.